നമ്മളുടെ ജിബു ആഷിമുണ്ട്. പിന്നെ ഇതേ സ്നോ ഉള്ളപ്പോ ഏറ്റവും പോകാൻ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞത് ബ്ലൂ മൗണ്ടൻ. നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് തന്നെ പോണം. ആശാനോടെ പോയി ഇറങ്ങിയപ്പോഴേ ഇതിന്റെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ മൗണ്ടൻ വ്യൂ റോഡിൽ കൂടി ഇങ്ങനെ ബ്ലൂ മൗണ്ടൻ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡീറ്റെയിൽസ് നമ്മളൊക്കെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു വാക്കിംഗ് ക്ലിനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫാമിലി ഡോക്ടറിനെ എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ഇന്ന് പോയി മീറ്റ് ചെയ്തു, എല്ലാം റെഡിയായി. അപ്പോൾ വാവയ്ക്ക് വേണ്ടിയുള്ള റെഡിയാക്കി, ഇനി എനിക്ക് വേണ്ടി ഫോമൊക്കെ പൂരിപ്പിച്ചെല്ലാം റെഡിയാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ രണ്ടാളും കൊണ്ട് ആരൊക്കെയാണ് കാണിക്കാം. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊക്കെ പോയി വന്നു. അപ്പോൾ ഫാമിലി ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെയാണെന്ന് നോക്കി. ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോകണം. എവിടെയാണോ പോകുന്നത്? ബ്ലൂ മൗണ്ടൻ. ആഷിമ. അപ്പോൾ നമ്മളിവിടെ ജിബു ആഷിമുണ്ട്. പിന്നെ ഇതേ അപ്പോൾ നമ്മുടെ അനു വാവയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് പോകുന്നത് അടിപൊളിയൊരു സ്ഥലം കാണാൻ വേണ്ടിയാണ്. ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ ആ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വിട്ടുപോയേക്കാം അല്ലേ. അപ്പോൾ ബ്ലൂ മൗണ്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ട്രിപ്പിന് മുന്നോടിയായിട്ട് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ഇരിക്കണം. നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ പോകണം. ആശാനോടെ പോയി അടിക്കാൻ വേണ്ടി പോയിക്കണ്ടോ ഇരിക്കുന്നുണ്ടോ. പൈസ കൊടുക്കണം, അതിൻ്റെ അകത്ത് കാർഡ് ഇടണം, അടിച്ചു കൊടുക്കണം, എത്ര ലിറ്ററാണ് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ തന്നെ പെട്രോൾ ടാങ്കൊക്കെ ഫുള്ള് ഫില്ലാക്കുക, എന്നിട്ട് പോകണം അവിടെ. അതാണ് കാഴ്ചകൾ. അപ്പോൾ പോകുന്ന ഇന്നെന്ന് വെച്ചാൽ മഞ്ഞൊക്കെ 2 ദിവസമായിട്ട് ഇപ്പോൾ മഞ്ഞൊക്കെ വീണു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അറിയത്തില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല രസമായിരിക്കും. എടി ആരാ ഈ സ്ഥലം കണ്ടുപിടിച്ചേ? ആരാ അല്ല ആര്? നമ്മളിപ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോ ഈ സ്നോ ഉള്ളപ്പോ ഏറ്റവും പോകാൻ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞത് ബ്ലൂ മൗണ്ടൻ എന്നൊരു സജഷൻ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തപ്പോ വന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകാന്ന് തന്നെ ഫിക്സ് ചെയ്തത്. നമുക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങോട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ സമയത്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഹാമിൽട്ടണിൽ വന്നിട്ട്, നീ വന്നിട്ട് ആദ്യമായിട്ടല്ലേ സ്നോ ഒരു പ്രാവശ്യം കണ്ടല്ലേ കണ്ടുള്ളൂ? ഞാനൊരു തവണ കണ്ടുള്ളൂ. ഞാൻ വന്നിട്ട് പിന്നെ സ്നോ കുറവായിരുന്നു. നീ ഏത് മാസം വന്നേ? ഞാൻ നവംബർ. ഞാൻ സെപ്റ്റംബറിൽ വന്നു. സെപ്റ്റംബർ 13, 2021 കഴിഞ്ഞ വർഷം. അപ്പോൾ ആ സമയത്ത് ഒരു രണ്ടുപേരും നാട്ടിൽ നിന്ന് സ്നോ കാണാൻ വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ല ഈ ഇവരൊക്കെ പറഞ്ഞു വെച്ചതിന്റെ ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കര എന്നാ പറയാ, ഭയങ്കര സ്നോ ആയിരിക്കും. ഡിസംബർ ജാനൊക്കെ ആവുമ്പോ ഭയങ്കര മുട്ടപ്പൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ കാലുകുത്തി, പിന്നെ സ്നോ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. സെയിം അവസ്ഥയായിരുന്നു എനിക്ക്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞാനും വന്നിട്ട് ഒന്നും കണ്ടില്ല. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി മാത്രം മഞ്ഞെന്നുള്ളതിന്റെ അങ്ങനെ. അപ്പോൾ അവൻ ചെറുക്കനത് എന്തൊക്കെയോ ഓടിച്ചാടിയൊക്കെ എന്തൊക്കെയോ പരിപാടി കണ്ടോ മഞ്ഞൊക്കെ മാറ്റി കളയോ കേട്ടോ. കണ്ടോ എന്തൊക്കെ കണ്ടാലാ. ഇവിടുത്തെ മെയിൻ സംഭവമാണ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ എപ്പോഴും നമ്മുടെ ഈ മഞ്ഞ് തൂത്തി കളയുന്ന സാധനത്തിന് എന്നാ പറയുന്നത്? ഷവല്. അപ്പോൾ അതൊക്കെ വേണം, അങ്ങനത്തെ സാധനമൊക്കെ വേണം. കണ്ടോ എടാ, അത് തൂക്കുവാണോ വെള്ളം വെച്ച് സംഭവം എന്നാ നോക്കിയിട്ട്? എടാ അതെന്നാടാ അതെ ഒന്ന് പറഞ്ഞു സംഭവം അത്. അപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കല്ലേ? ഗ്ലാസ് ഞാൻ ക്ലീൻ ചെയ്യാറില്ല, കാരണം ചിലപ്പം പാട് വരും. ആ ജസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കണ്ടോ നമ്മൾ തന്നെ അടിക്കണം കേട്ടോ. അത് ഫുൾ ടാങ്ക് ആണോ അടിക്കുന്നതാ? $50 ഇതിന് അത്രേ ഉള്ളൂ. $50 എത്ര കിട്ടും ഇവിടെ? 33 ലിറ്റർ. 33. പക്ഷെ ഇവിടെ നിന്നല്ല ഫുള്ളെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന മൈലേജിന്റെ കണക്കല്ലേടാ? അല്ലേ? അല്ല മൈലേജ് അല്ല പറയുന്നത്. നമ്മൾ 1 ലിറ്ററിനല്ലല്ലോ, എങ്ങനെ പറയുന്നത്? അതിപ്പോ നമ്മളെ 100 കിലോമീറ്റർ എത്ര ലിറ്റർ ഓടുന്നത്? അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ നാട്ടിൽ പറയും. 1 ലിറ്ററിന് നമ്മൾ നാട്ടിൽ പറയും 1 ലിറ്ററിന് അല്ല ഇത്ര കിലോമീറ്റർ ആണ് മൈലേജ് ഒക്കെ പറയത്തില്ല. ആരും തരും ആണോ. അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇന്നത്തെ സ്കൈ ഒക്കെ നോക്കി നല്ല നീല കളറ്. നമ്മൾ ബ്ലൂ മൗണ്ടനിലോട്ടാണ് പോകുന്നത്. വീടുകളുടെ ഫ്രണ്ടിൽ കൂടെ എല്ലാം മഞ്ഞൊക്കെ ആയി. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്നപ്പോൾ തന്നെ അതിമനോഹരമായ കുറേ കാഴ്ചയുണ്ട് കേട്ടോ. അപ്പോൾ മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതൊക്കെ ഉണ്ട്. ഭയങ്കര രസമുണ്ട് കേട്ടോ.
അയ്യോ ഈ വഴി നോക്കി ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് നീണ്ട് കിടക്കും കേട്ടോ. നമ്മുടെ കേട്ടോ നീണ്ടു നേർന്ന് പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുവാണ്. ഭയങ്കര അതിമനോഹരമായ കാഴ്ചകളാട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൗണ്ടൻ വ്യൂ റോഡിൽ കൂടി ഇങ്ങനെ ബ്ലൂ മൗണ്ടൻ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. നല്ല അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കി അപ്പോൾ ടിംബോട്ടം കണ്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഈ ഇറങ്ങിയപ്പോഴേ ഇതിൻ്റെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ പോയ വഴിയാണ്. അവിടെ ഇപ്പോൾ ഒരു ടിമ്മിൽ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ മൂവ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. ചായയോ? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ടിമ്മിൽ നിന്ന് ചായയും കാര്യങ്ങളും കടിയും ചെറിയ കടികളും കുടികളൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ സംഭവം കണ്ടോ? ഇതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് കൂട്ടിയിട്ടേക്കുന്നതാണ്. ഇവിടെ എല്ലാം മഞ്ഞുണ്ടായിരുന്നു, അതെല്ലാം അവർ കൂട്ടി ഇവിടെ ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുന്നു. കണ്ടോ? കല്ലുപോലായി. അപ്പോൾ ഞങ്ങൾ ടിമ്മിൽ നിന്ന് കുറച്ച് ചായയൊക്കെ മേടിച്ചു. പോകുന്ന വഴിക്ക് എൻ്റെ പോന്നെ ഒന്നും പറയണ്ട. അതുകൊണ്ടോ കാഴ്ച എന്ന് പറഞ്ഞാല് ഞങ്ങള് എടി നീയും ഒരു കുറെ നാളൊക്കെ ശേഷമല്ലേ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ നിങ്ങൾ പോയിട്ട് കാണും അല്ലേ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞൊക്കെ വീഴുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ. ഇങ്ങനെ എന്ന് വെച്ചാൽ കാറിൽ ഇങ്ങനെ പോവുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ച അത് ഭയങ്കര ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. ഞാനിവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മൾ ഹാമിൽട്ടണിലൊക്കെ ആണെങ്കിലും അവിടെ ഈ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. നമ്മളിപ്പം ബ്ലൂ മൗണ്ടനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ നാട്ടിൻ പ്രദേശത്ത് നമ്മൾ കാണത്തില്ല, മലയും ഒക്കെ മലഞ്ചെരുവും അങ്ങനെ മല കയറി ഇറങ്ങുന്നു. ആ ഒരു അതേ സെറ്റപ്പ് ഉണ്ട്. വണ്ടികളൊക്കെ പാറി പറന്ന് ഇതിലും നമ്മളിപ്പോൾ ഫ്ലൈറ്റേ പോകുന്നു. അങ്ങനെ അയ്യോ ഹോക്ലി റോഡ് ഈ സാധനം ഇതെന്നാ സാധനമായിരുന്നു? സേവറി ഡിഷ്. നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു പുളിയും ചെറിയൊരു സ്പൈസിയും നല്ലൊരു സാധനം. ഇതിങ്ങനെ നീളത്തിൽ ഇരിക്കും. ചീസും ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ടിമ്മിലെ മെയിൻ സാധനങ്ങളൊക്കെ. ഇതുണ്ട്. പിന്നെ എന്നൊക്കെ ഐറ്റംസ് ടിമ്മിലെ സ്പെഷ്യൽ ഇവിടെ. സൂപ്പർ. അത് എനിക്ക് ഇഷ്ടപ്പെടും. ചെറിയൊരു സോൾട്ടും ചീസിൻ്റെ ആണെന്ന് തോന്നുന്നു. സൂപ്പർ. അപ്പോൾ ഇത് ഒരു അടിപൊളി കയറ്റം തന്നെയാണ്. നോക്കിക്കേ, ഇതാണ് നമ്മൾ ഇവിടെ വരുന്ന കാഴ്ചകൾ. ഇതാണ് ഈ സൈഡിലൊന്ന് നോക്കി. ഇത് കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ അകത്തൊക്കെ അതേതിരിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വെച്ചാൽ വന്ന വഴി കുറെ മഞ്ഞൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് മാറി കേട്ടോ. കാലാവസ്ഥയുടെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നു. എന്തായാലും നമ്മൾ ബ്ലൂ മൗണ്ടനിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ ബ്ലൂ മൗണ്ടനിൽ മറ്റേ ഈ സംഭവം ഇങ്ങനെ സ്കേറ്റിംഗ് മാത്ര പരിപാടി ആൾക്കാരുണ്ടോ? സ്കീയിങ് ഒക്കെ ഉണ്ട്. അതിന്റെ സ്നോ ട്യൂബിങ് അങ്ങനത്തെ പരിപാടിയാണ്. എന്തായാലും പോയി നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ മനോഹരമായിരിക്കും. നമ്മൾ കാനഡയിലെ ബെസ്റ്റ് സ്പോട്ട് ടൂറിസം എന്നൊക്കെ ട്രൈ നോക്കുന്ന സമയത്ത് നമുക്ക് അത് മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ വിൻ്ററിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. പിന്നെ നമ്മൾ യാത്രകൾ ഞങ്ങളിപ്പോൾ ചെയ്യാറുള്ളപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത് ഞങ്ങളുടെ ലൊക്കേഷനൊക്കെ നോക്കിയായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും അടിപൊളി പാറി ഇതെല്ലാം ട്രിപ്പൊക്കെ പോയിട്ട് പോകുന്നവരായിരിക്കും കേട്ടോ.
അതുകൊണ്ട് അങ്ങ് നീണ്ട് കിടക്കും. അങ്ങ് ഒരു വെള്ള വര പോലെ ഉണ്ടോ നടുക്കൂടി ഇങ്ങനെ റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കും. കിലോമീറ്റേഴ്സ്. ഇനി നമുക്കൊരു 59 മിനിറ്റും കൂടെ ഉണ്ട്. ഒരു 59 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു അടിപൊളി ക്ലൈമറ്റാണ്. അവിടെ ചെന്നിട്ട് ഒരു മഞ്ഞും കൂടെ വീണാൽ പൊളിയായിരിക്കും അല്ലേ? അതുകൊണ്ട് അകലെയൊക്കെ ആ വീട് ഇരിക്കുന്നുണ്ടോ? എന്നെ രസമാണ്. നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ കണ്ടോ ക്ലൈമറ്റ് മാറിയത്. മഞ്ഞായിരുന്നു മുമ്പ്, നമ്മൾ അപ്പുറത്ത് വന്നപ്പോൾ മഞ്ഞായിരുന്നു. ആ മഞ്ഞൊക്കെ മാറി ഇപ്പോൾ അത്യാവശ്യം നല്ല സണ്ണും ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഇങ്ങോട്ട് അതെ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പയ്യെ തന്നെ പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ് വരുന്നു പോകുന്നു. നമ്മൾ ഏകദേശം ഒരു ഫസ്റ്റ് സിറ്റിയിലെത്തി. അപ്പോൾ ഇവിടെ കണ്ടോ LCBO. ഇതെന്താ സംഭവം എന്നറിയാം? നമ്മുടെ നാട്ടിൻ്റെ ബിവറേജ് അല്ലേ? നാട്ടിൻ്റെ ബിവറേജാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ചെറിയൊരു ടൗണിലോട്ട് നമ്മൾ കുറേ ഒരു യാത്ര, നീണ്ടൊരു യാത്രയായിരുന്നു. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എടുത്ത് നമ്മൾ യാത്ര ചെയ്തു. ഇനി ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കനേഡിയൻ യാത്രകൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ബ്ലൂ മൗണ്ടനിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചാവിശേഷങ്ങളും അതോടൊപ്പം തന്നെ വസാഗ ബീച്ചിൽ പോയ കുറേ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ സാധിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റോഷൻ.